എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതെ, ഞങ്ങൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് ഗൈസ്. ഇന്നൊരു വീക്കെൻഡ് ആണ്. അപ്പൊ ഞങ്ങള് ഇതുവരെ ചെയ്യാത്തൊരു സംഭവം ചെയ്യാൻ പോവാ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ അച്ഛാ? പോയിട്ട് അപ്പൊ ഇതിന്റെ എൻട്രൻസ് വരെ പോയിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ച് പോന്നിട്ടുണ്ട്. എൻട്രൻസ് വരെ അല്ല, അതിന്റെ മൂട്ടി വരെ പോയിട്ട് അതെ, അവിടെ വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. വേറൊന്നുമല്ല, ഞങ്ങൾ ഇന്നൊരു ചെറിയ ഹൈക്കിങ്ങിന് പോകണം അല്ലേ അച്ഛാ? ഡയമണ്ട് ഹില്ലിലാണ് ഞങ്ങൾ പോകുന്നത്. എത്രത്തോളം കയറാൻ പറ്റും, പകുതിക്ക് വെച്ച് നിർത്തുവോ, ഇതൊന്നും അറിയത്തില്ല. അതിന്റെ കൂടെ ഇവരെയും കൊണ്ടാണ് പോകുന്നത്. അമേലിയ പറയുന്നു അമേലിയ ഫുള്ള് ക്ലൈംബ് ചെയ്യുന്നല്ലേ, പക്ഷെ അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. ഇപ്പൊ രാവിലെ 10:30 നല്ല വെതറാണ് ഇന്ന്. ഒറ്റ ദിവസത്തെ ട്രിപ്പിന് വേണ്ടിട്ട് പോവാണ്, പക്ഷെ ഒരു ലോഡ് സാധനങ്ങളാണ് ഗൈസ്. അപ്പൊ അതിനുശേഷം നമ്മൾ ബീച്ചിൽ പോകാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബീച്ച് ടോയ്സ് ഉണ്ട്, ചെയർസ് ഉണ്ട്, അതെ അതെ. ഇന്നലെയും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ സാധനം എല്ലായിടത്തും കൊണ്ടു വെക്കട്ടെ. കൊച്ചു എന്നാ പറഞ്ഞ പരിപാടി? നമുക്കിനി ഒരു ദിവസത്തേന്ന് പറഞ്ഞ ഒരു ദിവസം മുഴുവനൊന്നും ഇല്ല. ഇപ്പൊ അധികം താമസിക്കാതെ ഉച്ചയാവും. എല്ലാം കിട്ടി പൊന്നെ. ആറ്റില്ലേ വണ്ടിയില്? ദൈവമേ, ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ട് ഇനി വേണ്ട സാധനങ്ങളൊന്നും ഇല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യണം മുന്നൂസ, ഞാൻ നോക്കാം വണ്ടിക്കകത്തോണ്ടോന്ന്. ഇനി അങ്ങനെ ഞങ്ങള് എല്ലാരും എവിടെയൊക്കെ പോവാൻ തോന്നുന്നല്ലേ? അയൽവക്കക്കാരെല്ലാം പോവാണ്. പിള്ളേർ കഴിച്ചിട്ടൊക്കെയാ വന്ന് വെച്ചാ ബ്രേക്ക്ഫാസ്റ്റ്. എന്നാലും എന്തെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ബൈ നമുക്ക് വാങ്ങിച്ചു വെക്കാം. ഈ വണ്ടിയിൽ ഇത്ര സാധനം കൂടാതെ ഇവിടെ ദേ സാധനമൊക്കെ വാങ്ങിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് വണ്ടിയിലിരുന്ന്. എന്നാ വെച്ചാ ചിക്കൻ ഫില്ലറ്റോ, പ്രോട്ടീനൊക്കെ അടിച്ചു കയറ്റും അല്ലേ മല കയറാൻ. ഗേൾസ് പുറകിലിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കുന്നുണ്ട്. ഗുഡ് ഗേൾസ്. എന്റെ കൊച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അക്ഷമയായിട്ട് കാത്തിരിക്കുവാണ്. നമ്മളിവിടെ റവന്യൂ നിഷേ സുഹൃത്ത് മരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരിപ്പോ നമ്മള് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൂടെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് 2 വണ്ടിക്കാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സുഹൃത്തിനെ ഇതുവരെ കണ്ടില്ല. എവിടെ നിൽക്കാന്നാ അച്ഛാ പറഞ്ഞേ? അറിയില്ലല്ലോ, ഇവിടെ വരാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടില്ല ആളെ. അപ്പൊ അവരിപ്പോ എത്തും. അപ്പോഴത്തേനും ഞങ്ങൾ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വയറൊക്കെ നിറച്ച് പ്രോട്ടീനൊക്കെ കഴിച്ച് ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കുവാണ്. നമുക്ക് പോയിട്ട് മല കയറുമ്പോൾ കാണാം എങ്ങനെയുണ്ട് എനർജി. കയറാൻ പറ്റുമോ ദൈവം തമ്പുരാൻ അറിയാം. അങ്ങനെ ഞങ്ങളുടെ മാഷി റബിനങ്ങൾ സുജിത്ത് വന്നു. വീഡിയോ നമ്മൾ എടുക്കാൻ മറന്നു അല്ലേ? അതെ, അവരുമായിട്ട് ഞങ്ങൾ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നേരെ ഡയമണ്ട് ഹിൽ കോനമാര പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മള് മലകളും കുന്നുകളും ഒക്കെ താണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അതിന് ചുറ്റും മലയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ദേ നമ്മുടെ ഫ്രണ്ടില് വലിയൊരു മല അല്ലേ അച്ഛാ? പുറകില് ദേ ആഞ്ചല നല്ല ഉറക്കമായി. അമേലിയ അതിലും നല്ല ഉറക്കം. അതെ, പുറകിന് നല്ല കൂർക്കമ്പലിയൊക്കെ ഉണ്ട്. അച്ഛൻ ദേ വണ്ടി ഓടിക്കുന്നു. ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഓൾറെഡി ടയർഡാണ്. ഇന്നലെ വലിയ ഉറക്കം ശരിയായില്ല ഗൈസ്. അപ്പം അതുകൊണ്ട് കുറച്ച് ഉറക്കക്ഷീണമുണ്ട്. ചെന്ന് മല കയറുമ്പോൾ അങ്ങ് മാറുമായിരിക്കും അല്ലേ അച്ഛാ? ഈ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഇത് നല്ല രസമാണ്. ഇത് കോണമാല റൂട്ട് അല്ലേ അച്ഛാ? ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി ഗൈസ്. ഒരു പാർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1/2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു അല്ലേ അച്ഛാ? ഇവിടെ നല്ല തിരക്കാണ്, നല്ല കാലാവസ്ഥയല്ലേ? അതെ. അപ്പോൾ അങ്ങനെ പാർക്കിംഗ് ഒക്കെ ചെയ്തു. നമുക്ക് അങ്ങോട്ട് കയറാം. നിങ്ങൾ ആദ്യം നടന്ന് ഫിനിഷ് ചെയ്യാൻ പോവാണോ? 2 ലൂപ്പ് കയറുന്നുണ്ടോ? ഓക്കെ. ഇവിടെ ഒരു നൈസ് പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3 hours പാത്താണ് എടുത്തേക്കുന്നത്. മിക്കവാറും അത് 6 hours ആവും. കാരണം ആഞ്ചലായും അമ്മയിലേയും കൂടുണ്ട്. ഞാൻ ഇപ്പോഴേ കിതയ്ക്കാൻ തുടങ്ങി. പറ്റും. എനിക്ക് മുന്നേ ടൂർ ഗൈഡ് പോകുന്നുണ്ട് അല്ലേ അഞ്ചലാണോ ടൂർ ഗൈഡ്? ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ പോണീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വെള്ള കുതിരകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ റിയൽ ആയിട്ടുള്ള മൗണ്ടൻ കയറി തുടങ്ങിയതേ. ഒരാൾ പിഗ്ഗി ബാക്കൊക്കെ എടുത്താണ് പോകുന്നത്. നല്ല കയറ്റമാണ് കയറാൻ പോകുന്നത്. ഇടയ്ക്ക് നിൽക്കുന്നു, ഇടയ്ക്ക് കയറുന്നു. അടിപൊളി. നമ്മൾ കയറി പോകുന്ന വഴിയോടെ അല്ലാതെ ഇങ്ങനെ ചെറിയ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്, അടിപൊളിയാണ് കാണാനായിട്ട്. താഴേക്ക് നോക്കുമ്പോൾ അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ താഴേക്ക്.
നമ്മൾ കുറച്ച് മുകളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇതുകൊണ്ടോ ഇവിടെ വുഡൻ പാത്ത് വേ ഉണ്ട്. അപ്പോൾ അതിലൂടെ എൻ്റെ മക്കൾ കിടന്ന് ഓടുവാണ്. ഇപ്പോൾ തന്നെ എനർജി എല്ലാം തീർന്നിട്ട് അവിടെ കിതച്ചൊരു പരുവായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇത് എൻ്റെ പുറകെ കുറേ പേര് ഓടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒട്ടും മടുക്കാത്ത ചില ആളുകളാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. അതേ മമ്മി മക്കളും കൂടെ കിടന്ന് ഓടുന്നു. എനിക്കെന്തായാലും ഓടാൻ വയ്യ. ഞാൻ ഓൾറെഡി കിതയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. സ്ലോ ആൻഡ് സ്റ്റഡി. അച്ചായൻ എടുത്തെടുത്ത് അഞ്ചൽ അവസാനം അച്ചായൻ്റെ തലയിൽ കയറി. അമേലിയ കമോൺ. അമേലിയ ഇരുന്ന് നിന്നും കിടന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങളങ്ങനെ നടന്ന് എവിടെയൊക്കെയോ എത്തിയെന്നുള്ളൊരു മിഥ്യാധാരണയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. പക്ഷേ ഇതിവിടെ ഒരു വ്യൂ പോയിന്റ് വരെ എത്തിയതേ ഉള്ളൂ. ഈ താഴേക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ നല്ല അടിപൊളി വ്യൂ ആണ്. മുകളിലേക്ക് കണ്ടോ, എനിക്ക് തോന്നുന്നത് കുറുമ്പ് കയറുന്ന പോലെ ആൾക്കാർ പോകുന്നത് കാണാൻ പറ്റും. അപ്പം ശരിക്കും അത്രയും ദൂരം ഉണ്ട് ഇവിടെ. ഇനി താഴേക്ക് നല്ല അടിപൊളി വ്യൂ ആട്ടോ. നല്ല കാലാവസ്ഥയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചില വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴേക്കെല്ലാം നന്നായിട്ട് കാണാം. ഇത് കണ്ടോ, അമേലിയ അച്ചായൻ്റെ തോളത്ത് കയറിയിരിക്കുവാണ്. റബിനങ്കിൾ, നിഷമാഷി, സുജിത്ത് അവരെല്ലാം ദേ അവിടെ റെസ്റ്റ് എടുക്കുവാണ്. പിന്നെ നല്ലൊരു വാക്കാണ് കേട്ടോ, നമ്മൾ മടുക്കും ഇങ്ങനെ കയറണ്ടേ മുകളിലോട്ട്. അയ്യോ മടുത്തു ഗൈസ്. ഇത് കണ്ടോ, ഞങ്ങൾ ക്ലൈംബ് ചെയ്ത് വന്ന സ്ഥലമാണിത്. ഇനിയും കുറേ ഉണ്ട്. അതെ കഴിക്കണം. ഞാനും അഞ്ചലായി ഫസ്റ്റ് അടിച്ചു കേട്ടോ ഗൈസ്. ദേ അങ്ങനെ അമേലിയ വരുന്നുണ്ട്. ടയർഡാന്ന് പറഞ്ഞുകൊണ്ട് ദേ ഇവിടെ എല്ലാം ഞങ്ങൾ കയറിയതാണ് ഗൈസ്. ഇതുകൊണ്ടോ എൻ്റെ പിള്ളേര്, യു മെയ്ഡ് ഇറ്റ് ഗേൾസ്, വി മെയ്ഡ് ഇറ്റ്. എൻ്റെ കൊച്ചുങ്ങൾ നല്ല പിള്ളേരായിരുന്നു. എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് വരുവാണ്. ഞങ്ങളുടെ നിഷമാഷി കാണാൻ പോലും ഇല്ല. ഞാനും ആഞ്ചലായും ഫസ്റ്റ് വന്നു. അമേലിയായും അച്ചായനും ഫോളോ ചെയ്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ക്ലൈംബ് ചെയ്ത് ഏറ്റവും മുകളിലെത്തി. എല്ലാവരും ടയർഡാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. അതെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം എന്തേ നമുക്ക് തിരിച്ചിറങ്ങിയാലോ നിഷ? തിരിച്ചിറങ്ങാം. ഞങ്ങളങ്ങനെ ആ വലിയ മലയെല്ലാം കയറിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി താഴേക്ക് ഇറങ്ങാൻ ഏകദേശം ഒരു മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരു ഗ്രാൻഡ് ലഞ്ച് കഴിക്കുന്നതായിരിക്കും. ലഞ്ചിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു, എങ്കിലും നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പെൺപിള്ളേർ വെൽ ഡൺ. അവർ 3 hours ആണ് പറഞ്ഞത് റെഡ് പാത്ത്. പക്ഷേ ഞങ്ങൾ 1 hour 20 minutes. അല്ലേ സുജിത്തെ? 1 hour 20 minutes. 1 hour 40 minutes ഞങ്ങൾ ഫിനിഷ് ചെയ്തു. അടിപൊളി. വിത്ത് 2 little girls. ആണ്. സുജിത്ത് മടുത്ത് വന്നിരിക്കുന്നു. കൊച്ചു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ഹൈക്കിംഗ് അല്ലായിരുന്നോ? എനിക്ക് ഓൾറെഡി ഹൈക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഒരിടത്തും പോയിട്ടില്ല. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ബ്ലാക്ക് ബെറീസ് ഒന്ന് കാണിച്ചേ ഒരു സെക്കൻഡ്. ഞങ്ങള് കാടത്തീന്നും കാടന്മാരുമായി. കാട്ടീന്ന് കാട്ടുപഴങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ബ്ലാക്ക് ബെറീസ് കിട്ടിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ഞാൻ വിചാരിച്ചില്ല പിള്ളേരെ കയറുമെന്ന്. കാരണം വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ അച്ഛനോട് പറഞ്ഞത് പകുതിക്ക് വെച്ച് അവർക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കയറുണ്ടാകുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഫുള്ള് കയറി ഗൈസ്. അതിശയം. ഇത് എന്നൊക്കെയാ പറിച്ചുകൊണ്ട് വരുന്നേ? ഇതാണ് ഗോൾഡൻ റാസ്ബെറി. അത് കാണിച്ചാലോ കണ്ടോ? ഞാൻ ഇവിടെ ഇത് കണ്ടിട്ടേ ഇല്ല അയർലൻഡിലോ. തരാടാ. പക്ഷെ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. ഇവിടെ കാണുമെന്ന് പറഞ്ഞാൽ അയർലൻഡിൽ എവിടെങ്കിലും ആദ്യമായിട്ടാ. നല്ല ടേസ്റ്റ് ആണോ? ഓ എന്നാ ടേസ്റ്റ് ആണോ ചോദിച്ചു. നല്ല മധുരം. ഏതാണ്ട് ഈ നമ്മുടെ എങ്ങനെയാ ചോദിച്ചു ഗുലാബ് ജാമുൻ്റെ ഒക്കെ ഇട്ട പോലത്തെ ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. സൂപ്പർ സാധനം. ഇത് എവിടെ നിന്ന് കിട്ടിയിടാ പറ്റു? റിസപ്ഷന്റെ സൈഡിൽ കൂടെ താഴെ നമ്മൾ കയറി വന്നില്ലേ, അവിടെ കുറെ ബുഷ് പോലെ ഉണ്ടായിരുന്നു അവിടെ. അടിപൊളി. അപ്പോൾ നമ്മുടെ ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഒരു പബ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പിള്ളേരെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടോപ്പപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അതിനോടൊപ്പം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾ ബീച്ചിൽ പോകാനാണ് പ്ലാന്. ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി 5 മണിയായി. പക്ഷെ എന്നാലും നല്ല വെതർ ആയതുകൊണ്ട് നമ്മൾ ആ ഫുള്ള് നല്ല വെതർ അങ്ങ് യൂട്ടിലൈസ് ചെയ്യുവാണ്. അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു.